ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വീണ്ടും പോവുകയാണ്. ഈ വീഡിയോയിൽ ഈ ആഴ്ച മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ ചില വിശകലനങ്ങളും അനാലിസിസുകളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യൻ GDP കണക്കുകൾ പുറത്തേക്ക് വന്നത്. അതിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ 7 മാസത്തെ 7 ക്വാർട്ടറുകളിലായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ GDP വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6.5% മുകളിൽ ഗ്രോത്ത് രേഖപ്പെടുത്തുമെന്ന് വിചാരിച്ചിരുന്ന ഇന്ത്യൻ എക്കോണമി 5.5% താഴെയാണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. അത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വർഷം ഈ മാസം, അതായത് നവംബർ മാസത്തിൽ മാത്രം ഏകദേശം FIIs ഇന്ത്യയിൽ നിന്നും 26,533 കോടി രൂപയാണ് പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ വിഡ്രോവലിന് നോക്കുന്ന സമയത്ത് കുറേ ദൂരം കുറവായിട്ടാണ് കാണുന്നത്. ഒക്ടോബർ മാസത്തിൽ അവർ ഏകദേശം 94,017 കോടി രൂപ പിൻവലിച്ച സ്ഥാനത്താണ് ഇപ്പോൾ നവംബർ മാസത്തിൽ 26,533 കോടി രൂപ പിൻവലിച്ചിരിക്കുന്നത്. ഏതായാലും FIIസിൻ്റെ വിഡ്രോവലിൽ കുറച്ചെങ്കിലും കുറവ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. അതേപോലെ നിഫ്റ്റിയിൽ വെള്ളിയാഴ്ചയും FIIs സെല്ലിംഗ് പൊസിഷനിൽ തന്നെയായിരുന്നു. 4,384 കോടി രൂപയുടെ സെല്ലിംഗാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച നടത്തിയത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5,723 കോടി രൂപയുടെ വാങ്ങലുകളും നടത്തിയിട്ടുണ്ട്. നമുക്ക് ഡിസംബർ സീരീസിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസമായിരുന്നു വെള്ളിയാഴ്ച. ഒരു തരത്തിൽ ഓവർസോൾഡ് ആയിരുന്നു മാർക്കറ്റ്. കാരണം വ്യാഴാഴ്ചത്തെ എക്സ്പയർ ചെയ്ത് വന്ന വളരെ ഡീപ്പ് കറക്ഷനോടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്യുന്നു. അതിന് ചെറിയ പടിപടിയായിട്ടുള്ള മുന്നേറ്റം നമുക്ക് മാർക്കറ്റിൽ ദൃശ്യമായിരുന്നു. 24,131 നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 24,188 എന്ന് പറയുന്ന ഒരു ഹൈ ഒരു അവസരത്തിൽ ടച്ച് ചെയ്യുകയുണ്ടായി. അതേസമയം 23,948 എന്ന് പറയുന്ന ലോയും നിഫ്റ്റിയിൽ വരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് പോയിൻ്റായിട്ടുള്ളത് 24,300, 350 റേഞ്ചുകൾ തന്നെയാണ്. ഇനി 24,350 മുതൽ 24,500 വരെയുള്ള ആ ഒരു മേഖലയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ നിർണായകമായിട്ടുള്ളത്. 24,500 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്ത് അവിടെ സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25,000 വരെയുള്ള റാലി വരെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് ആധാരമായിട്ട് നമുക്ക് കാണുന്ന ഈ ഒരു GDPയുടെ വളർച്ചാ നിരക്കിൻ്റെ കുറവ്, പ്രത്യേകിച്ചും വാല്യുവേഷൻസ് ഹൈ ആണ്. കോർപ്പറേറ്റ് ഏർണിങ്സ് Q2 സീസണിൽ വളരെ മ്യൂട്ടഡ് ആയിരുന്നു. എക്സെപ്റ്റ് വളരെ ചെറിയ കുറച്ച് കമ്പനികൾ മാത്രമാണ് ഒരു എക്സെപ്ഷണൽ നല്ല റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇടിവാണ് ഏർണിങ്സും ഗ്രോത്തും ഒക്കെ തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ FIIs ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്ത് മറ്റ് എമർജിങ് മാർക്കറ്റുകളിലേക്ക് പോകുന്നതിൽ നമുക്കൊന്നും തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇനി ഈ FIIസിന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്നിക്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള എമർജിങ് മാർക്കറ്റുകളിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവണം. ഇനിയിപ്പോൾ ജനുവരിയിൽ ട്രംപ് വരികയാണ് US. ആ ട്രംപിൻ്റെ നയങ്ങളും അവരുടെ ട്രേഡ് റിലേഷൻസും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ FIIസിൻ്റെ ഫ്ലോസിനെ, മറ്റു മാർക്കറ്റുകളിലേക്കുള്ള ഫ്ലോസിനെ ബാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള വർഷം, ഇങ്ങോട്ടുള്ള മാസങ്ങൾ വളരെ നിർണായകമാണ്. ഇനി ബഡ്ജറ്റ് വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസംബർ ജനുവരി മുതൽ അങ്ങോട്ട്. ഇനിയിപ്പോൾ അഗ്രികൾച്ചറൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നു, ഹാർവെസ്റ്റിംഗ് സീസണൊക്കെ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കൂടുതലും ഈ പറയുന്ന Q2 റിസൾട്ട് സീസൺ അവസാനിച്ചതോടുകൂടി ഇനി നമ്മൾ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്യൂസിലായിരിക്കും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക. അതിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, FIIസിൻ്റെ വിഡ്രോവൽ എന്തുമാത്രം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ മുൻതൂക്കം കൊടുത്ത് പോകാൻ സാധ്യത. അപ്പോൾ 24,350 അല്ലെങ്കിൽ 300-350 റേഞ്ച് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ടാണുള്ളത്. അതേസമയം നമുക്ക് ഡൗൺ സൈഡിൽ 23,900 to 24,000 എന്ന് പറയുന്ന റേഞ്ച് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് സോണായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റിക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റി 23,900, 24,300, 380 ഒരു അപ്പർ സൈഡിലുള്ള ക്യാപ്പിലാണുള്ളത്. ഇത് ഏത് ലെവലുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ട് നമുക്ക് വീക്ക്നെസ്സോ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമോ കാണാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു GDP ഗ്രോത്ത് കുറഞ്ഞിരിക്കുന്നത് ഡിസംബർ 6 നടക്കുന്ന റിസർവ് ബാങ്കിൻ്റെ പോളിസി മീറ്റിങ്ങിൽ ചർച്ചയാവും എന്തായാലും. അതിൽ ഗ്രോത്തിനെ മുൻതൂക്കം കൊണ്ട്, ഇൻഫ്ലേഷനെ സൈഡിൽ വെച്ചുകൊണ്ട് ഗ്രോത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് MPC മീറ്റിംഗ് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ
റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനും അതൊരു ട്രിഗർ തന്നെയായിരിക്കും. അപ്പോൾ ഡിസംബർ 6 നടക്കുന്ന MPC കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് റിസർവ് ബാങ്കിൻ്റെ വളരെ നിർണായകമാണ്. അല്ല എങ്കിൽ ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങിൽ മാത്രമാണ് റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചില ആഹ്വാനങ്ങളോ പ്രതികരണങ്ങളോ ഉണ്ടാവുക. സർപ്രൈസ് ചെയ്തുകൊണ്ട് ഡിസംബർ ഫസ്റ്റ് വീക്കിലെ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിസിഷൻ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊരു നല്ലൊരു റാലി കാണാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ന്യൂസുകളും ഒന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കും റിസർച്ച് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ നോക്കുന്ന സമയത്ത് ആദ്യമായിട്ടുള്ളത് സിറ്റി യൂണിയൻ ബാങ്ക് ആണ്. സിറ്റി യൂണിയൻ ബാങ്ക് ഈ അടുത്താണ് വളരെ സക്സസ്ഫുള്ളായിട്ട് അവരുടെ മീഡിയം സ്മോൾ ആൻഡ് എൻ്റർപ്രൈസസ് MSME സെഗ്മെൻറ്റിൽ ലെൻഡിങ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ അവർ അഫോർഡബിൾ ഹോം ലോണിനും അതുപോലെ തന്നെ ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി, മൈക്രോ ഫിനാൻസിങ്, ലെൻഡിങ് അങ്ങനെയുള്ള പല തരത്തിലേക്കും ഫോർത്ത് ക്വാർട്ടറോട് കൂടി കടക്കുകയാണ് എന്നാണ് അറിയുന്നത്. മാനേജ്മെൻറ്റ് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. വളരെ ഗ്രോത്ത് വിസിബിലിറ്റിയോട് കൂടിയുള്ള ഒരു അപ്രോച്ചാണ് ബാങ്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന MSME സെഗ്മെൻറ്റിലുള്ള ഗോൾഡ് ലോൺ, അതുപോലെ MSME സെഗ്മെൻറ്റിലേക്കുള്ള കടന്നുകയറ്റം, ഗോൾഡ് ലോണ്, ഇതൊക്കെ സിറ്റി യൂണിയൻ ബാങ്കിൻ്റെത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് മാനേജ്മെൻറ്റ് അഭിപ്രായപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഓഹരികൾ ഇപ്പോൾ ഏകദേശം 170, 75, 80 നിലവാരത്തിലാണുള്ളത്. 183 മുകളിൽ സിറ്റി യൂണിയൻ ബാങ്കിൽ ഒരു മൊമെൻറ്റ് വരാനുള്ള സാധ്യതകൾ നമുക്ക് കാണാം. ഏകദേശം 190, 200 റേഞ്ച് വരെയെങ്കിലും സിറ്റി യൂണിയൻ ബാങ്ക് ഈ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് വന്നേക്കാമെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർ ഏകദേശം $1.5 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇൻ്റർനാഷണൽ ബാങ്കിങ് രംഗത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം 500 മില്യൺ അതിന് വേണ്ടിയിട്ട് അവർ $500 മില്യൺ ഏകദേശം അവർ ബോണ്ടുകളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. 1 ബില്യൺ ഏകദേശം സിൻഡിക്കേറ്റഡ് ലോണായിട്ട് അവർ സ്വരൂപിച്ചു കഴിഞ്ഞു. ഇൻ്റർനാഷണലി അവരുടെ ബിസിനസ് വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം കസ്റ്റമർ ക്രെഡിറ്റ് ഓൾമോസ്റ്റ് $66 ബില്യൺ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് 2024. അത് സെപ്റ്റംബർ ക്വാർട്ടർ ആകുമ്പോഴേക്കും 70 ബില്യൺ ആയിട്ടുണ്ട്. അതായത് ഒരു ക്വാർട്ടറിൽ ഏകദേശം $4 ബില്യൻ്റെ വർധനവാണ് വന്നിരിക്കുന്നത്. $4 ബില്യൺ, മില്യൺ അല്ല ബില്യൺ. അപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി പൈപ്പ് ലൈൻ മുന്നോട്ടുണ്ട് എന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്, അല്ലെങ്കിൽ SBI പറയുന്നത്. SBIയുടെ മൊത്തം അഡ്വാൻസ് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന മൊത്തം ലോണുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബുക്കിൽ ഏകദേശം 11.56% വർധനവുണ്ടായി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 5.88 ട്രില്യൺ ഇന്ത്യൻ റുപ്പിയുടെ ലോണുകളാണ് ഇൻ്റർനാഷണൽ രംഗത്ത് SBI കൊടുത്തിരിക്കുന്നത്. ഇതിൽ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബൊറോയിങ്സ് ആയിട്ടും അതുപോലെ തന്നെ ട്രേഡ് ഫിനാൻസ് ഒക്കെ ആയിട്ടാണ് കൂടുതലും ഫണ്ടിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവരുടെ ഇൻ്റർനാഷണൽ ബിസിനസ് വന്നിരിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നും, അതുപോലെ തന്നെ ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി, ഹോങ്കോങ്, ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ, ലണ്ടൻ ബ്രാഞ്ചസ്. അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 3 മുതൽ 4 ബില്യൺ വരെയാണ് അവർ അടുത്ത ഇൻ്റർനാഷണൽ ബിസിനസ്സായിട്ട് ഡിസ്ബേഴ്സ്മെൻറ്റിനായിട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ അടുത്ത്. അപ്പോൾ ഇന്ത്യയുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ രംഗത്തുള്ള പ്രപ്പോസൽസ്, അതായത് 2024 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രകാരം 4.84 ബില്യൺ ECB ആയിട്ട് ഇവർക്ക് ഇൻവെൻറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഏതായാലും ഇൻ്റർനാഷണൽ രംഗത്ത് കൂടി SBI വളരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഫേവറേറ്റ് പിക്കായിരുന്നു. SBI 760, 770 റേഞ്ചുകളിലൊക്കെ നമ്മൾ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ്, ഒരു ലോങ് ടേം ടാർഗറ്റ് എന്ന് പറയുന്നത് 900 to 1000 എന്ന് പറയുന്ന ഒരു രീതിയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ്, നമുക്ക് എല്ലാവർക്കും SBI അറിയാം. സോ SBI ഇൻ്റർനാഷണൽ ബാങ്കിങ് രംഗത്തും മുന്നേറാൻ കുതിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആഴ്ച വന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരം H2, അതായത് ഈ വർഷം, ഈ 2025 സാമ്പത്തിക വർഷത്തിലെ രണ്ടാമത്തെ പാദത്തിൽ
കെമിക്കൽ കമ്പനികൾക്ക് മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രവചിച്ചിരുന്നു. അപ്പോൾ അതിൽ ആഗ്രോ കമ്പനികൾ, നോൺ ആഗ്രോ കമ്പനികളും ആഗ്രോ കമ്പനികളും ഉണ്ട്. ആഗ്രോ ബിസിനസ്സൊക്കെ ആഗ്രോ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളും. അപ്പോൾ നോൺ ആഗ്രോ കമ്പനികളിലൊക്കെ തന്നെ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അത് പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഫാർമസ്യൂട്ടിക്കൽ, അതായത് ബയോടെക് ഫേമായിട്ടുള്ള ഹൈക്കൽ, HIKAL, ഹൈക്കൽ. ഏകദേശം ഇപ്പോൾ 411 നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 411 നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ കമ്പനിയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന വാർത്തകൾ വളരെ പോസിറ്റീവായിട്ട് തോന്നി. ഇവർക്ക് സെബിയുമായിട്ടുള്ള ഒരു തർക്കമുണ്ടായിരുന്നു, ഒരു വയലേഷൻ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ക്ലോഷർ വയലേഷനാണ്. അതിന് 44 ലക്ഷം രൂപയുടെ ഒരു സെറ്റിൽമെൻറ്റ് ഫീസായിട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു കേസ് ഒത്തുതീർത്തിരിക്കുന്നു. അതിന് പുറമെ വളരെ നെഗറ്റീവായിട്ടുള്ള മാർക്കറ്റാണ്. കെമിക്കൽ കമ്പനികളെ നമുക്ക് നോക്കിയാൽ അറിയാം, വളരെ നെഗറ്റീവായിട്ടൊക്കെ അല്ലെങ്കിൽ വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞൊരു ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കൽ നല്ല രീതിയിലുള്ളൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ Q2 റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് Q2 റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ റിസർച്ച് സർവീസസും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും ആക്റ്റീവ് ഫാർമ APIസും ഒക്കെയാണ് ഇവർ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ കമ്പനീസിനും ഒക്കെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും ക്രോപ്പ് പ്രൊട്ടക്ഷനുള്ള വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഈ കമ്പനിയുടെ റിപ്പോർട്ടും ഈ അടുത്തായിട്ട് വന്നിരിക്കുന്ന മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റും വളരെ പോസിറ്റീവായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഹൈക്കൽ എന്ന് പറയുന്ന കമ്പനി ഏകദേശം ഒരു 440-460 റേഞ്ചിലൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ 411 നിലവാരത്തിലാണുള്ളത്. വളരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഘട്ടങ്ങളായിട്ട് വാങ്ങുക. 411 രൂപയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി വരികയാണെങ്കിൽ 385-390 റേഞ്ചുകളിൽ വീണ്ടും വാങ്ങാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി വേണമെങ്കിൽ 400-410 റേഞ്ചിൽ നമുക്ക് നോക്കാം. അതിനുശേഷം 385-90 റേഞ്ചിൽ സെക്കൻഡ് ബൈ നമുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് 440 മുതൽ 460 വരെയാണ് ഹൈക്കലിനൊരു ഇൻമീഡിയറ്റ് ടാർഗറ്റായിട്ട്. പ്രത്യേകിച്ചും ഈ ഒരു കെമിക്കൽ സെഗ്മെൻറ്റിൽ കൂടി പോസിറ്റീവ് ഉള്ളത്. ഫാർമയിൽ പോസിറ്റിവിറ്റി വരുന്നുണ്ട്, IT-യിൽ പോസിറ്റിവിറ്റി വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകളും വരാനിരിക്കുന്നതോട് തന്നെ ഹൈക്കലിൽ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ വളരെ പോസിറ്റീവ് ടെറിട്ടറിയിലുള്ള മറ്റൊരു ഓഹരിയാണ് LIC. ഏകദേശം 950 നിലവാരത്തിൽ 980-990 നിലവാരത്തിലാണുള്ളത്. LICയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ്. LIC 50% ഓഹരികൾ മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ എടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊരു JV-ആണ്, ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു 50-50 പാർട്ട്ണർഷിപ്പാണ്. മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള മണിപ്പാൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ ഗ്രൂപ്പാണ് 50% ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നത്. അതുതന്നെ ബാക്കി 49% വരുന്നത് സിഗ്ന, US ബേസ്ഡ് ആയിട്ടുള്ള സിഗ്ന കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി കൂടിയാണ്. അവർ കൂടിയുള്ള ഒരു കമ്പനിയാണ് മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ്. ഇതിൽ 50% സ്റ്റേക്ക് LIC എടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതായത് അവരുടെ ട്രഡീഷണൽ ലൈഫ് ഇൻഷുറൻസ് സെറ്റപ്പിൽ നിന്നും മാറി ഒരു ഈ പറയുന്ന സാധാരണ ഇങ്ങനെയുള്ള പോളിസികളിലേക്ക്, അതായത് ഡൈവേഴ്സിഫൈ ചെയ്ത് പുതിയ ഇൻഷുറൻസ് പോളിസികൾ, ഹെൽത്ത് ഇൻഷുറൻസ് അടക്കമുള്ള പോളിസികളിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ് LICയെ സംബന്ധിച്ചിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. LIC അങ്ങനെ മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസിനെ ഏറ്റെടുക്കുന്നു, 50% സ്റ്റേക്ക് വാങ്ങുന്നു എന്നുള്ള വാർത്ത. അതുപോലെ വേദാന്തയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. വേദാന്ത $2 ബില്യൺ കോപ്പർ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ നിക്ഷേപിക്കാൻ പോകുന്നത്. ഇതിൽ ഗ്രീൻ സ്മെൽറ്ററും അതുപോലെ തന്നെ റിഫൈനറികളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അവരുടെ കിങ്ഡം വിഷൻ 2030 ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. വേദാന്ത ഓൾറെഡി MOU സൈൻ ചെയ്തിട്ടുണ്ട് കിങ്ഡം ഓഫ് സൗദി അറേബ്യയുമായിട്ട്. അതിൽ വേദാന്ത കോപ്പർ ഇൻ്റർനാഷണൽ അതിൻ്റെ സബ്സിഡറി ആയിട്ട്, അതായത് പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് വേദാന്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വേദാന്ത സൗദി അറേബ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. $2 ബില്യൺ ആണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക്, കോപ്പർ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഗ്രീൻഫീൽഡ് ഫീൽഡ് സ്മെൽറ്റർ, റിഫൈനറി, ഇതൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോപ്പർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള 2030 എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ ഒരു വലിയ വിഷനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വേദാന്ത ഈ ഒരു എൻട്രി നടത്തിയിരിക്കുന്നത്. അവർ വേദാന്ത ഒരു MOU സൈൻ ചെയ്ത് കഴിഞ്ഞു ഈ പറയുന്ന കിങ്ഡം ഓഫ് സൗദിയുമായിട്ട്. അത് വേദാന്തയുടെ തന്നെ ഒരു സബ്സിഡറി ആയിട്ടുള്ള വേദാന്ത കോപ്പർ ഇൻ്റർനാഷണൽ അവരുടെ തന്നെ ഒരു സബ്സിഡറി ആയിരുന്നു, എക്കണോമിക് ഡൈവേർഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഇതുവഴിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് സൗദി അറേബ്യയിലെ ഫോസിൽ ഫ്യൂലുകൾ മേലുള്ള ആധിപത്യം കുറക്കുകയും മറ്റ് സോഴ്സുകളിൽ നിന്നും എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ കൺട്രി
തന്നെ ഡൈവേഴ്സിഫൈ ചെയ്ത് പോവുകയാണ്. കാരണം ഈ രാജ്യത്ത് സൗദി അറേബ്യയിൽ കോപ്പർ ഡിമാൻഡ് ഏകദേശം ഇപ്പോഴുള്ളതിനേക്കാൾ ഡബിളായി വരും 2035 കൂടി എന്നുള്ളതാണ് അവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏകദേശം 365 KPTA റിക്വയർമെൻ്റാണ് ഇപ്പോൾ സൗദി അറേബ്യക്കുള്ളത്. അതിൽ മിക്കവാറും ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം കോപ്പർ ബിസിനസ് സൗദി അറേബ്യയിൽ വളരെയേറെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിൽ മെച്ചമുള്ളൊരു കമ്പനി എന്ന് പറയുന്നത് വേദാന്ത തന്നെയാണ്. ഇപ്പോഴും നമുക്ക് പല ഡൈവേഴ്സിഫൈഡ് മെറ്റൽ ഇൻഡസ്ട്രീസ്, മെറ്റൽ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം വാങ്ങാൻ പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഈ പറയുന്ന വേദാന്ത എന്ന് പറയുന്നത്. ഇപ്പോൾ 450, 460 നിലവാരത്തിലാണുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 500, 530 വരെയെങ്കിലും പോകാനുള്ള പോസിറ്റ് ഇപ്പോഴും വേദാന്ത എന്ന കമ്പനിക്കുണ്ട്. വേദാന്തയിൽ ഒരുപാട് തരത്തിലുള്ള മെറ്റൽ കമ്പനികളുടെ ഒരു കോൺഗ്ലോമറേഷനാണ് നമുക്ക് വേദാന്തയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മളെല്ലാ ആഴ്ചയും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഓഹരിയിലേക്ക് പോകാം. നമ്മൾ മുന്നേ പറഞ്ഞിരിക്കുന്ന പല ഓഹരികളും, അതിൽ പോളിക്യാപ്പ് 6300, 400 ലെവലുകളിൽ നമ്മൾ സൂചിപ്പിച്ച ഓഹരി ഇപ്പോൾ 7300 മുകളിലേക്ക് വന്നിട്ടുണ്ട്. സോ നല്ല രീതിയിൽ നല്ല പല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളും നമുക്ക് നല്ല റിട്ടേൺ നൽകിയ ഒരു സെഗ്മെൻറ്റ് കൂടിയാണിത്. അതിൽ എല്ലാ കമ്പനികളും തന്നെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇടിവിൽ കൂടി നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഓഹരികളാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പല ഓഹരികളും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ആഴ്ച ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓഹരി GMR എയർപോർട്ട് ഇൻഫ്ര. പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞ ഓഹരി കൂടിയാണ്, പക്ഷേ കറക്ഷൻ വന്നിട്ട് 75 വരെ വരികയുണ്ടായി. ഇപ്പോൾ ഏകദേശം 80, 82 നിലവാരത്തിലാണ് ഓഹരി ഉള്ളത്. ഈ ഓഹരി എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ബുൾറണ്ണോട് കൂടി 87 മുതൽ 90 വരെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് എയർപോർട്ട് മാനേജ്മെൻറ്റ് കമ്പനിയാണ് GMR എയർപോർട്ട് ഇൻഫ്ര എന്ന് പറയുന്നത്. അതായത് ഇവർ ആദ്യം അറിയപ്പെടുന്നത് GMR എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നായിരുന്നു. ഇന്ത്യയിലെ നമ്പർ 1, അതുപോലെ വേൾഡിലെ തന്നെ നമ്പർ 2 പ്രൈവറ്റ് എയർപോർട്ട് ഓപ്പറേറ്ററാണ്. 190 മില്യൺ പെർ ആനമാണ് പാസഞ്ചേഴ്സ് ഇവരുടെ വഴി കടന്നു പോകുന്നത്. ഇവരുടെ കപ്പാസിറ്റിയും അത്രയാണ്. 5 എയർപോർട്ടുകളാണ് ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നത്. അതിൽ ഡൽഹി, ഹൈദരാബാദ്, നോർത്ത് ഗോവ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലാണ് ഇവർക്ക് എയർപോർട്ടുകളുള്ളത്. ഇവരുടെ 27% ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിൻ്റെ ഇന്ത്യയിലുള്ള കൺട്രോൾ ഇവരുടെ മാർക്കറ്റ് ഷെയറാണ് ഇവരുടെ എയർപോർട്ടുകൾ വഴിയാണ് പോകുന്നതെന്നുള്ളത്. 4 പ്രധാനപ്പെട്ട പുതിയ എയർപോർട്ടുകളാണ് ഇവർക്കുള്ളത്. ഒന്ന് ബംഗാപുരം, അത് 42% ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു സെപ്റ്റംബർ വരെ. നാഗ്പൂരിൽ അത് അപ്ഗ്രഡേഷനാണ്, അത് 9/10/2024 കൂടി തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഒന്ന് ബൈഡറിൽ ഗ്രീസിലുള്ളൊരു എയർപോർട്ടാണ്. അത് ഏകദേശം 394 മില്യൺ പാസഞ്ചേഴ്സിൻ്റെ കപ്പാസിറ്റിയാണ് അവർ പറയുന്നത് അക്കമഡേറ്റ് ചെയ്യാൻ വൺസ് കംപ്ലീറ്റഡ്. അതായത് മോപ്പ ഗോവ, അവിടെ ഇവരുടെ കപ്പാസിറ്റി 4.4 മില്യണിൽ നിന്നും 7.7 മില്യണായിട്ട് അടുത്ത് തന്നെ വർദ്ധിപ്പിക്കും. മാത്രമല്ല ഇവരുടെ Q2 റിസൾട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു. 21% വർധനവാണ് റവന്യൂവിൽ കാണിച്ചത്, 2500 കോടി രൂപ. ഇബിറ്റ 2% ഉയർന്നു ഇയർ ഓൺ ഇയറിൽ, 962 കോടി രൂപ. ടോട്ടൽ പാസഞ്ചേഴ്സ് ട്രാഫിക് ഏകദേശം 8% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കാണിക്കുന്നത്. 31.5 മില്യൺ, ഏകദേശം 3.5 കോടിയോളം ആൾക്കാരാണ് ഇവരുടെ എയർപോർട്ട് വഴി മാത്രം Q2 സഞ്ചരിച്ചത്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാലും 169 കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അത് Q2 അതായത് 169 കോടി രൂപ. Q2 335 കോടി രൂപയായിട്ട് കഴിഞ്ഞ 6 മാസത്തെ മൊത്തം കണക്കെടുക്കുമ്പോഴും കൂടിയിട്ടുണ്ട്. അപ്പോൾ ചില പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാപിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പാസഞ്ചറിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് 400 രൂപ പെർ പാസഞ്ചറാണ്. ഇപ്പോൾ അത് 150 രൂപയാണ്. ഇത് അടുത്ത വർഷം ഏപ്രിൽ 1 കൂടി 400 രൂപ പെർ പാസഞ്ചർ എന്ന് പറയുന്ന രീതിയിലേക്ക് യൂസേഴ്സ് ഫീസ് വർദ്ധിക്കുമെന്നാണ് അറിയുന്നത്. ഇൻട്രസ്റ്റ് കോസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് കുറവാണ്. ഡൽഹി എയർപോർട്ടിൻ്റെ ഡെറ്റൊക്കെ തന്നെ ഏകദേശം റീഫിനാൻസ് ചെയ്തു എന്ന് പറയാം. 11.5% ഉണ്ടായിരുന്ന ഡെറ്റ് ഇപ്പോൾ 9.5% റീഫിനാൻസ് ചെയ്തു എന്നുള്ളതാണ്. Q2 അതുകൊണ്ട് തന്നെ ആ ഒരു ഫിനാൻസ് ചാർജ് ആയിട്ടുള്ള 82 കോടി രൂപ വൺ ടൈം പേയ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗോവേൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പുതിയ എയർപോർട്ടുണ്ട്. അത് ഏകദേശം ഒരു പാസഞ്ചറിൽ 170 രൂപയാണ് അവർ റവന്യൂ ആയിട്ട് എടുക്കുന്നത്. ടു എന്താ പറയുക, ഹൈ ടൂറിസ്റ്റ് ഫുട്ഫോൾ എന്ന് പറയാം. അപ്പം അവരും ഹൈദരാബാദിൽ 210 രൂപ പെർ പാസഞ്ചറാണ് മേടിക്കുന്നത്. കമ്പനി വിചാരിക്കുന്നത് ഗോവ എയർപോർട്ടിനാണ് അതിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്, പ്രത്യേകിച്ചും ടൂറിസം സീസണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. സോ കൂടുതൽ റിസർച്ച് റിപ്പോർട്ടുകൾ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു GMR എയർപോർട്ട് ഇൻഫ്ര എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ 80-82 നിലവാരത്തിലാണുള്ളത്. ഇനി കറക്ഷൻ വരികയാണെങ്കിൽ 77-78 റേഞ്ചുകളിൽ വീണ്ടും നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ലെവലുകളിൽ ചെറിയൊരു എമൗണ്ട് എടുത്തു വെച്ചിട്ട് ഒരു 87-90 നിലവാരത്തിലേക്ക് വരികയാണെങ്കിൽ GMR എയർപോർട്ട് ഇൻഫ്ര നമുക്ക് വിൽക്കാമെന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 72 താഴെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് എടുക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക, വിപണിയിലുള്ള നഷ്ടസാധ്യതകൾക്ക് എല്ലാ ട്രേഡുകളും വിധേയമാണ്. അതിപ്പോൾ ആര് തന്നെ ട്രേഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നവരായാലും റിസ്ക് പ്രൊഫൈലിംഗ് നടത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കാര്യമാണ് എത്രമാത്രം റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുള്ളത്. ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ ഞാൻ പറയുന്നുള്ളൂ. സോ 86 മുതൽ 90 വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റായിട്ട് GMR എയർപോർട്ടിനുള്ളത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഒരുപാട് കാരണമുണ്ട്, പക്ഷേ നമ്മുടെ പല വ്യൂവേഴ്സിനും ലെങ്തി വീഡിയോസ് ഇഷ്ടമല്ല എന്നെനിക്ക് പറഞ്ഞ് മനസ്സിലായി. പക്ഷേ കുറേ ആൾക്കാർക്ക് ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ അധികം ലെങ്ത് കുറക്കുന്നില്ല. അപ്പോൾ ഈ ആഴ്ച മാർക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട ആഴ്ച തന്നെയാണ്. ഒന്നും കൂടി സമപ്പ് ചെയ്യുന്നു. ലെവലുകൾ നോക്കുക. 24,350 to 24,500 റെസിസ്റ്റൻസ് പോയിൻ്റാണ്. ആദ്യം 24,300 to 350 ഒരു പോയിൻ്റായിട്ട് ഹെസിറ്റേഷൻ കാണിച്ചേക്കാം. അത് 24,500 മുകളിൽ നിഫ്റ്റി ആഴ്ച ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് നോട്ടോട് കൂടി തന്നെയാണ് നമ്മൾ അടുത്ത ലെഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏതായാലും നവംബർ മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് കൂടി ഡിസംബർ 1 ഇന്ന് വരും. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തിട്ടായിരിക്കും തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. കാരണം ഏതൊരു ഇൻഡസ്ട്രിയിലും മാധ്യമമോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള നെഗറ്റീവ് ഇഫക്റ്റോ വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആദ്യം ബാധിക്കുക ഓട്ടോമൊബൈൽ സെക്ടറിനെയാണ്. അപ്പോൾ അവരുടെ സെയിൽസ് ഏതായാലും നവംബർ മാസത്തിൽ വലിയൊരു സെയിൽസ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഒക്ടോബർ മാസം മൊത്തം ഇപ്പോഴത്തെ ഫെസ്റ്റിവൽ സീസണും ഒക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ നവംബർ മാസത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെ നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. ഒരു സീസണലി ആയിട്ടുള്ള ഒരു ഡിമാൻഡ് വർധനവ് മാത്രമായിരിക്കും കഴിഞ്ഞ മാസം കാണിച്ചിരിക്കുന്നത്. ഏതായാലും ലെവലുകൾ നോക്കുക. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കും നമ്മുടെ റിസർച്ച് ഗൈഡൻസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഞാൻ ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു, ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. നല്ലത് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് വീഡിയോയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത്, എന്താണ് നിങ്ങൾക്കത് ഫീൽ ചെയ്ത് നമ്മുടെ വീക്ക്ലി വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഞങ്ങളോട് രേഖപ്പെടുത്തുക. അതാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോകളും പുതിയ ഡയമെൻഷനിലും വീഡിയോ കൊണ്ടുപോകാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും അതുവരെ നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്. താങ്ക് യു.